അതേസപ്പോൾ നമ്മളെ രണ്ടാം ദിവസം തുടങ്ങി. രാവിലെ തന്നെ എണീറ്റ് നൈസായിട്ടൊന്ന് നടക്കാലാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ സൂര്യനും കൂടി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടില്ലേ, ഫുള്ള് കോടയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി മരങ്ങളും ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കോട ആയതുകൊണ്ട് ലോങ് വ്യൂ ഒന്നും കിട്ടണില്ല. അതുപോലെ ഇന്നലെ രാത്രി എത്തിയപ്പോൾ നമ്മൾ ഇരുട്ടായി പോയി. വന്ന വഴിയും ട്രീ ഹൗസും ഒന്നും ഇന്നലെ കാണാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ നടന്നു പോയി വന്നിട്ട് ട്രീ ഹൗസും കാര്യങ്ങളും റൂമൊക്കെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് രാവിലെ തന്നെ ഒന്ന് നടന്നിട്ട് വരാം. രാവിലെ നടക്കാൻ വന്നത് എന്തുകൊണ്ട് നന്നായി മടി പിടിച്ച് അവിടെ കിടന്ന് ഉറങ്ങാതെ നടക്കാൻ വന്നത് വേറെ സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ആ പാറപ്പുറത്ത് കയറി അവിടുത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് നമുക്ക് ഇത്രയും നടന്നു വന്നത്. പക്ഷേ കോടയായിരുന്നു, അതറിയാം. എന്നാലും രാവിലെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് വന്നാൽ എന്തായാലും ആ പാറപ്പുറത്ത് കയറി ഇരുന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോവാം. നമ്മൾ തിരിച്ച് റൂമിൻ്റെ അവിടെ എത്തി. ഈ കാണുന്ന പോലെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട്. ചുറ്റിന് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രീ ഹൗസ് ഒന്ന് കാണണ്ടേ, നമുക്ക് ട്രീ ഹൗസിലേക്ക് പോയാലോ. അതുപോലെ തന്നെ ഈ കാണുന്ന വഴി കൂടി വേണോണ്ട നമുക്ക് തിരിച്ചു പോവാൻ. നമ്മ സാബുഷേന്റെ വീട്ടിലാണ് ബൈക്ക് വെച്ചേക്കണത്. അതും ഈ പറഞ്ഞ പോലെ 3-4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതൊരു കാടിന്റെ ഉള്ളിൽ കൂടിയുള്ള നടത്തോണ്ട, അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് തിരിച്ചു പോകുമ്പോ കാണാം. പക്ഷേ ഇതാണ് നമ്മുടെ ട്രീ ഹൗസിന്റെ റൂമിലോട്ട് പോകാനുള്ള വഴി. ട്രീ ഹൗസ് ഒരു 55-60 അടിയോളം മേളിലാണ് സെറ്റ് ചെയ്തെടുത്തേക്കണത്. എന്തായാലും നല്ല സെറ്റപ്പായിട്ട് അവർ പണിതെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെയും ട്രീ ഹൗസിൻ്റെയും ഒരു വ്യൂ എന്ന് പറയാനായിട്ട്. അടിപൊളിയാണ്. പിന്നെ ഒരു കുഴപ്പമുണ്ട്, ഫുള്ള് ചീവൂടിൻ്റെ സൗണ്ടാണ് കേട്ടോ. അതേസമയം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ വഴി കൂടിയാണ് നടന്നു പോണത്. നമ്മുടെ ബൈക്ക് എടുക്കണം. സാബുജന്റെ വീട്ടിലാണ് ബൈക്ക് വെച്ചേക്കണത്. സൂരജ് ഫ്രണ്ടിൽ പോകണ്ട, അവന് വഴി അറിയാം. രണ്ട് സൈഡും
ഏലകൃഷിയും കുറച്ച് കഴിയുമ്പോൾ കാടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി വൈബ്. സൂര്യ ഇവിടെ നേരത്തെ 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവന് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് പേടിക്കണ്ട. ആനയൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്, എന്തായാലും കണ്ടറിയാം. ഈ കാണുന്ന പോലെ ഫ്രണ്ടില് ഒരു ട്രൈബൽ കോളനി ഉണ്ട് ഇവിടെ. അവരുടെ അമ്പലം ഉണ്ടാ കാണുന്നത്. നമുക്ക് അത് കണ്ടിട്ടൊക്കെ ഒന്ന് പോവാം. അങ്ങനെ നമ്മ മെയിൻ റോഡിലെത്തി. ഒരു 1.5-2 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു നമുക്ക് ആ കാടിന്റെ ഇടയിൽ കൂടിയുള്ള നടത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്താനായിട്ട്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം കൂടി ഉണ്ട് നമ്മുടെ ബൈക്ക് എടുക്കാനായിട്ട്. എന്തായാലും അടിപൊളിയായിരുന്നു ആ നടത്തം. പിന്നെ നമുക്ക് ബൈക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഈ വഴി തന്നെ വരണം അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പൊ നമ്മ അങ്ങനെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിലായിരുന്നു ബൈക്ക് വെച്ചത്. അവിടെ നിന്ന് ബൈക്ക് എടുത്ത് നമ്മ ഗ്യാപ്പ് റോഡിലോട്ട് പോണേണ്. നമ്മ റൂമിൻ്റെ അവിടെ നിന്ന് നടന്നു വന്ന വഴിയാണ് കേട്ടത്. അല്ലെങ്കിൽ മെയിൻ റോഡ് വഴി ഫുള്ള് നടന്ന് വരേണ്ടി വന്നാൽ അടിപൊളി വൈബ്. ഗ്യാപ്പ് റോഡിൽ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിലും ഈ ഒരു വൈബായിരുന്നില്ല. ഇതിപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് കോട ഫുള്ള് നിലത്ത് ഇറങ്ങിയിരിക്കുവാണ്. പിന്നെ കോട ഇറങ്ങിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ദൂരെയുള്ള കാഴ്ചകൾ ആ വ്യൂവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ നിറച്ച് ഏലകൃഷി നടത്തുന്ന സ്ഥലമൊക്കെയാണ്. അത് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റണില്ല. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടെ റോഡ് പണിയും അടിയിൽ നടപ്പുണ്ട്. അപ്പോൾ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മഴയത്ത് മഴ പെയ്ത് കിടക്കണതുകൊണ്ട് റോഡ് ഒന്നും കൂടി മോശമായിട്ടുണ്ട്. പൊളിമൂടേ അതുപോലെ തന്നെ നേരെ കാണാൻ വഴിയുണ്ട, അതൊരു ഓഫ് റോഡ് വഴിയാണ്. എന്തായാലും നമുക്ക് അതിലേയും കൂടി ഒന്ന് കയറിയിട്ടും പോവാം. അടിപൊളിയായിരിക്കും.
പട്ടി വട്ടം ചാടി. ഓ അടിപൊളി അടിപൊളി. ഐസ് ഇവിടെ വരെ അല്ലാട്ടോ ഓഫ് റോഡ്. ഞങ്ങളുടെ കോൺക്രീറ്റ് വഴിയാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാം. എന്നാലും കോട ഇല്ലായിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടേണ്ട സ്ഥലമായിരുന്നു, നമ്മത് മിസ്സായി. എന്തായാലും കൊള്ളാം. അടിപൊളി മൂടട്ടാ, വേറെ ഹെവി. മഴയത്തും ഈ ഇടുക്കി മൂന്നാർ സൈഡൊക്കെ വന്നത് വേറെ പ്രത്യേക വൈബാണ്. ചെളി വരുമ്പോഴാണ് പ്രശ്നം, അല്ലെങ്കിൽ റോഡ് ഇതുപോലെ കല്ലൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. ചെളി വരുമ്പോൾ സ്ലിപ്പാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹെയർ പിൻ ഇതൊക്കെ വൻ ടാസ്കാണ് കേടാ. ഫുള്ള് ചെളിയായി കിടക്കണേ. ഭാഗ്യം സ്ലിപ്പായില്ല. നമുക്ക് മാക്സിമം ചെളിയില്ലാത്ത വഴി കൂടി പോകാൻ നോക്കാം. ഇപ്പം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് കൂടി പോണ വഴിയാണ് കേട്ടോ ഇത്. കാടാണ്. എനിക്ക് ഇന്നലെ ഇവൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, ഇവനിപ്പോൾ കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ ഇരുട്ടായതുകൊണ്ട് പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ഇരുട്ടും ഈ പറഞ്ഞ പോലെ ഇതിനേലും ഇരട്ടി കോടയും, ഒരു തുള്ളി വെട്ടം പോലും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുമല്ല ഇന്ന് തിരിച്ച് വന്നത് നമ്മ ഇപ്പം കാണിച്ച വഴിയല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മ ഇറങ്ങി നടന്ന് വന്നത് അതിലെയാണ്. ഓ എന്ത് രസം ഇതിലെ കൂടി വണ്ടി ഓടിക്കാൻ, പ്രത്യേകം കൂടട്ടാ, അടിപൊളി. മഴയും കൊടയൊക്കെ മാറി നല്ലൊരു വ്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങി. ഒരു വ്യൂ പോയിന്റിൽ അങ്ങനെ നിർത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പൂപ്പാറയിലേക്കാണ് പോണത്. പൂപ്പാറ രാജാക്കടക കഴിഞ്ഞതേ പൊന്മുടി ഡാമിൻ്റെ അവിടെ എത്തി. പൊന്മുടി ഡാമിൻ്റെ ഒരു വ്യൂ കാണാട്ടോ നമുക്ക് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ പൊന്മുടി ഡാമിൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോണത്. എന്നിട്ട് അപ്പുറത്ത് എത്തിയിട്ട് അവിടെ നിന്ന് റൈറ്റ് കയറി നമുക്ക് വീട്ടിലേക്ക് പോകാം. വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നല്ല അടിപൊളി റൈഡായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ ചെറിയ മഴയൊക്കെ പെയ്യാൻ പോകണ്ട, അതിന് മുമ്പ് ഞാൻ സൈൻ ഓഫ് അങ്ങോട്ട് പറഞ്ഞ് തീർത്തേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ മൂന്നാർ അടിമാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളാ വന്ന റൂട്ടെന്ന് പറയണത് എറണാകുളം, കോതമംഗലം, കുട്ടമ്പുഴ വഴി മാമലകണ്ടം, ആ വഴി നേരെ അടിമാലി കയറി. അതുപോലെ തന്നെ സ്റ്റേ നല്ല കിടിലൻ പ്ലേസ് ആയിരുന്നു. ട്രീ ഹട്ട് ആണെങ്കിലും നല്ലപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പണികൾ കുറച്ചും കൂടി ഉണ്ട് തീരാനായിട്ട്. അത് കാരണം റേറ്റും കാര്യങ്ങളും സ്ഥലവും ഞാൻ ഇടാനില്ല. അതിൻ്റെ കഴിഞ്ഞിട്ട് പിന്നീട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.